നമസ്കാരം ആർത്തി. നമസ്കാരം. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ വളരെ ഉദ്വേഗജനകമായ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു ചോദ്യം ആർപ്പിയോട് ചോദിക്കാനുള്ളത്, ആദ്യമായി തമിഴ്നാട്ടിൽ ഇപ്പോൾ ഗവർണർ എടുത്തിരിക്കുന്ന നടപടി അത് ശരിയായൊരു നടപടിയാണോ? നിയമപരമായിട്ടുള്ളോ ഭരണഘടനാപരമായിട്ടോ ധാർമ്മികമായിട്ടോ നോക്കുമ്പോൾ, കാരണം നിരവധി വിമർശനങ്ങൾ അത് സംബന്ധിച്ച് വരുന്നുണ്ട്. നമ്മുടെ കേരള ഗവർണറാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് തമിഴ്നാടിന്റെ സ്ഥാനവും വഹിക്കുന്ന ശ്രീ ആർലേക്കർ എടുത്തിരിക്കുന്ന നടപടി ശരിയാണോ അല്ലയോ? ആർപിയുടെ അഭിപ്രായം എന്താണ്? ഇല്ല, ഇതിനകത്തിപ്പോൾ എൻ്റെ അഭിപ്രായമല്ല, ഭരണഘടന അനുസരിച്ച് ശരിയാണോ എന്നുള്ളതായിരിക്കും യഥാർത്ഥത്തിൽ ശരിയായ ചോദ്യം. ഭരണഘടന അനുസരിച്ച് അദ്ദേഹം എടുത്തിരിക്കുന്ന നടപടി പൂർണ്ണമായിട്ടും ശരിയാണ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇക്കാര്യത്തിൽ ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ ചുരുക്കത്തിലുള്ള മറുപടി. അതെന്തുകൊണ്ടാണ് എന്നും കൂടി ഞാൻ പറയാം. ഇപ്പോൾ പല ആൾക്കാർക്കും, ഈവൻ BJP സപ്പോർട്ടേഴ്സായിട്ടുള്ള ചില ആൾക്കാർക്ക് പോലും സംശയമുണ്ട്. തമിഴ്നാട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ആ ചേഞ്ച് TVKയുടെ വിജയ് എന്ന് പറയുന്ന നടന്, അദ്ദേഹത്തിന് ഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനപിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്നില്ല? സ്വാഭാവികമായ ചോദ്യമാണ്. ഇങ്ങനെ നേരത്തെയും സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയെ വിളിച്ച ചരിത്രമുണ്ട്. അവർ അധികാരത്തിലെത്തിയ ശേഷം അവർക്ക് ജനപിന്തുണ അവർ ആർജിച്ചെടുത്ത ചരിത്രവുമുണ്ട്. ഇത് കീഴ്വഴക്കമാണ്, അങ്ങനെ നടന്നിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഗവർണർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം അത് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണെന്നേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന, അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് നമുക്ക് രണ്ടാമത് പറയാം. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന അനുസരിച്ച്, നിയമജ്ഞർ പറയുന്നതനുസരിച്ച് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് ഇല്ല. അതായത് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള അല്ലെങ്കിൽ MLAമാരുള്ള പാർട്ടിയെ വിളിക്കുക, അങ്ങനെ ഒരു പാർട്ടി, അങ്ങനെ ഒരു വിശദീകരണമോ അങ്ങനെ ഒരു കോൺസെപ്റ്റോ ഭരണഘടനയിലില്ല. യഥാർത്ഥത്തിൽ ഭൂരിപക്ഷമുള്ളവരെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുക, അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയെ അധികാരത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് ഗവർണർ ചെയ്യേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടി ഇല്ല. അപ്പോൾ ഗവർണർ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സിനേറിയോ ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഗവർണർ ഇത് ചെയ്തിരിക്കുന്നത് ഈ കുതിര കച്ചവടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം അതാണ്, കുതിര കച്ചവടം ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയ് മുഖ്യമന്ത്രി ആയ ശേഷം വിജയിന് ഒരുപക്ഷെ ഈ ഭൂരിപക്ഷം ആർജിക്കാൻ എളുപ്പമായിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം തന്നെ MLAമാരെ റിസോർട്ടിലും മറ്റിടത്തുമൊക്കെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഗവർണറുടെ ഒരു നിലപാട് അദ്ദേഹം എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ആദ്യം തെളിയിക്കുക, അത് കഴിഞ്ഞ് അധികാരത്തിൽ കയറുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ. അദ്ദേഹം ഒരു കാര്യം വളരെ കൃത്യമാണ്. അദ്ദേഹം ഇന്നലെ റിപ്പബ്ലിക് ചാനലിൻ്റെ ഒരു തരത്തിലും സാധാരണഗതി സംഭവിക്കാത്ത ഒരു കാര്യം ഇന്നലെ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രൈവറ്റ് ടെലിവിഷൻ ചാനലിന് അദ്ദേഹം അഭിമുഖം കൊടുക്കാൻ തയ്യാറായി, അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായി. അപ്പോൾ ശ്രീ രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ, അദ്ദേഹത്തിൻ്റെ സൗമ്യ ഭാവവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിലെങ്ങനെ ഉറച്ചു നിൽക്കുന്നു എന്ന് കാണിച്ച ഒരു അഭിമുഖമായിരുന്നു അത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഈ MLAമാരെ എല്ലാം കൂട്ടിക്കൊണ്ട് വന്നിട്ട് എൻ്റെ മുമ്പിൽ തലയെണ്ണാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഇവരെ എല്ലാം എനിക്ക് ബോധ്യപ്പെടണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് 118 MLAമാരുടെ പിന്തുണയുണ്ട് എന്ന് തെളിയിക്കുന്ന നിങ്ങളുടെ കത്ത് മതി. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. പക്ഷെ നിങ്ങൾ ഇത് എഴുതി തരണം. അതിനുവേണ്ടി നിങ്ങൾക്ക് സമയം തരാനും ഞാൻ തയ്യാറാണ്. സാന്ദർഭികമായ ഒരു കാര്യം ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ, ഓർമ്മിപ്പിക്കട്ടെ. വിജയ് അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുകയായിരുന്നു 2 ആഴ്ചത്തെ സമയം എനിക്ക് ഇതിനായി വേണമെന്നുള്ളത്. അല്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെ ഒരു വാർത്തയുണ്ട്. വിജയ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെ വളരെ വ്യക്തമാണ്. ഗവർണറുടെ ഈ നടപടി അല്ലെങ്കിൽ ഗവർണറുടെ ഈ നിലപാടിനെ സാധൂകരിക്കുന്ന ഒരു കാര്യമാണത്. ഒരു കാര്യമാണത്. കാരണം ഒരാൾ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ, ന്യൂനപക്ഷ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ, ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച്, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് മറ്റൊരു പാർട്ടിയെ പിളർത്തുവോ അല്ലെങ്കിൽ കുറേ MLAമാരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവോ ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ഭരണഘടനാപരമാണെന്നേ. അതിനകത്ത് വേറെ രാഷ്ട്രീയമൊന്നും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ഭരണഘടനാപരം എന്നുള്ളതിനൊപ്പം ഒരു ധാർമ്മികതയും ഉണ്ട് അതിൽ, ഈ കുതിരക്കച്ചവടം ഒഴിവാക്കുന്നു എന്നുള്ളതിൽ. ഇനി ഇത് അറിഞ്ഞുകൊണ്ടോ അറിയാതോ ആണെങ്കിലും നല്ല ഗംഭീര പണിയാണ് ADMKയ്ക്കും DMKയ്ക്കും കിട്ടിയിരിക്കുന്നത്. അതിലേക്കാണ് ഞാൻ അടുത്തത് വരുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു
പണിയിൽ ഒരു അടിച്ചിലിൽപ്പെട്ടതെന്ന് പറയും, എലി അടിച്ചിലിൽപ്പെട്ട പോലെ കെണിയിൽപ്പെട്ടതുപോലെ എന്നുള്ളൊരവസ്ഥയിൽ പഴയ 68 വർഷങ്ങളായി തമിഴ്നാട് മാറി മാറി ഭരിച്ചിരുന്ന ദ്രാവിഡ പാർട്ടികൾ പെട്ടുകിടക്കുകയാണ്. ആ അവസരത്തിൽ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഈ പണി എന്ന് പറയുന്നത് ഇതിൽ ഇനി BJP-യുടെ ഒരു നിലപാട് എന്തായിരിക്കും? കേന്ദ്ര നേതൃത്വത്തിന്റെ, സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഞാൻ വരാം, അണ്ണാമല ഉൾപ്പെടെയുള്ളവരിലേക്ക് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് എങ്ങനെ? കേന്ദ്രം ഇക്കാര്യത്തിൽ ഒരക്ഷരം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AIDMKയ്ക്കും DMKയ്ക്കും കിട്ടിയിട്ടുള്ള ക്ലാസിക് പണിയാണ്. ആരുടെ ബുദ്ധിയാണ് അതിന്റെ പിന്നിലെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. പക്ഷെ അത് വേറെ കാര്യമാണ്. ക്ലാസിക് പണി എന്താണ്? ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ 6 പതിറ്റാണ്ടിലേറെ പരസ്പരം പടവെട്ടി പോരടിച്ച് നിന്ന 2 പാർട്ടികളാണ്. 2 ദ്രവീഡിയൻ പാർട്ടികളാണ്. ഒരു പാർട്ടി മറ്റേ പാർട്ടിയെക്കുറിച്ച് പറയുന്നത് ഇവർ തമിഴ്നാടിൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടകാരിയാണ് എന്നാണ് പറയുന്നത്. AIDMK DMKയെക്കുറിച്ചും DMK AIDMKയെക്കുറിച്ചും പറയുന്നത് ഈ മറു പാർട്ടി ഈ തമിഴ്നാടിൻ്റെ നിലനിൽപ്പിന് എതിരാണ്. ഞങ്ങൾ എന്തിനു വേണ്ടി നിൽക്കുന്നോ അതിനെല്ലാം ടോട്ടലി ഓപ്പോസിറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടി നിലനിൽക്കാൻ പോലും പാടില്ല എന്ന ശക്തികളെന്നാണ് പരസ്പരം വിളിക്കുന്നത്. എന്നിട്ട് അണികളെ പറഞ്ഞു പഠിപ്പിച്ചതും അത് തന്നെയാണ്. തെരുവുകളിൽ ഏറ്റുമുട്ടൽ നിരന്തരം നടന്നിട്ടുണ്ട് ഈ 2 പാർട്ടികളിൽ നിന്ന്. 2 ദ്രവീഡിയൻ പാർട്ടിയാണെന്ന് ഓർക്കണം. ഒരേ ആശയത്തിൽ നിന്ന് രൂപം കൊണ്ട പാർട്ടികളാണ്. ഇവർ തമ്മിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന ഈ 2 പാർട്ടികൾ ഇപ്പോൾ വിജയ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു താരോദയത്തെ, രാഷ്ട്രീയത്തിലെ താരോദയത്തെ മാറ്റി നിർത്താൻ വേണ്ടി ഇവർ തമ്മിൽ യോജിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ അവിടെ തമിഴ്നാട്ടിൽ സംസാരം നടക്കുന്നത്. ഇത് 2 പാർട്ടി ഇവർ തമ്മിൽ അങ്ങനെ ഒരു ചർച്ച നടന്നാൽ പോലും അത് അംഗീകരിക്കാൻ ജനം തയ്യാറാവില്ല. കാരണം ജനങ്ങൾ അവിടെ വളരെ വികാരത്തോടു കൂടിയാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നമുക്കറിയാം. ഇവർ 2 പേരും കൂടെ യോജിച്ച് വിജയിനെ മാറ്റി നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു വലിയ ഗംഭീരമായ ഒരു പൊളിറ്റിക്കൽ ഭൂകമ്പത്തിലേക്ക്, ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിലേക്ക് അത് നയിക്കും. ഈ 2 പാർട്ടികളുടെയും അടിവേരളകും. അവരുടെ 2 പേരുടെയും ക്രെഡിബിലിറ്റി പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നതിലേക്ക് ഈ കാര്യങ്ങൾ എത്താൻ സാധ്യത. തീർച്ചയായിട്ടും. ചുരുക്കം പറഞ്ഞാൽ കേരള മേ ഗുസ്തി ബംഗാൾ മേ ദോസ്തി പരിപാടി തമിഴൻ അംഗീകരിച്ചു കൊടുക്കില്ല. അല്ല, അത് മാത്രമല്ലെന്നേ, ഇത്രയും കാലം ഇങ്ങനെ മനസ്സിലേക്ക് ചെലുത്തിയിരുന്നത് മറ്റവൻ ശത്രു 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 എന്നുള്ളതാണ്. എന്നിട്ട് മൂന്നാമത് ഒരാൾ വന്നപ്പോൾ നമുക്ക് അവരുമായിട്ട് യോജിക്കാമെന്ന് പറയുമ്പോൾ ഇവരുടെ രാഷ്ട്രീയ പാപ്പരത്വം യഥാർത്ഥത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഗവർണറുടെ ഈ ഒരു നടപടി മൂലം ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു കാര്യം. ഇനിയിപ്പം നടക്കാൻ പോകുന്ന സാധ്യത ഞാൻ പറയാം. അതായത് ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് TVKയിൽ, അതായത് വിജയിൻ്റെ പാർട്ടിയിൽ മാസ് റെസിഗ്നേഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇവർ 2 കൂട്ടരും കൂടെ ഒരുമിച്ചാൽ വിജയിൻ്റെ MLA-മാർ മുഴുവൻ റിസൈൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വലിയ റൂമർ നടക്കുന്നുണ്ട്. അങ്ങനെ നടന്നു കഴിഞ്ഞാലും ഭരണം നടക്കും. കാരണം ഉടൻ തന്നെ തെരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിടാൻ സാധ്യതയില്ല. ആ പറയുന്ന എല്ലാ മണ്ഡലങ്ങളിലും വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും. സർക്കാർ AIDMK DMK ഒരുമിച്ച് വന്ന ഒരു സർക്കാർ ഉണ്ടായാൽ അത് നടക്കുകയും ചെയ്യും. പക്ഷേ അതോടുകൂടി ആ 2 പാർട്ടികളുടെ അന്ത്യമാകും. വിജയിന് എങ്ങനെ നോക്കിയാലും വിജയിന് ഇത് ഗുണമാണ്. തീർച്ചയായിട്ടും വിജയിന് ഗുണമാണ്. BJPക്ക് താങ്കൾ BJPയുടെ കാര്യം ഇനി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഭൂമിക സംബന്ധിച്ച് പ്രാദേശിക നേതൃത്വം, അണ്ണാമലയാണെങ്കിലും നയനാർ നാഗേന്ദ്രൻ ആണെങ്കിലും BJPയുടെ പ്രാദേശിക നേതൃത്വം, അതിൽ പ്രത്യേകിച്ച് തന്നെ എടുത്തു പറയേണ്ട പേര് അണ്ണാമലയുടേതാണ്. അണ്ണാമല ഒരു വീക്ഷണകോണ് മുന്നോട്ട് വെച്ചിരുന്നു. അത് സംബന്ധിച്ചൊരു അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യബോധം സംബന്ധിച്ചൊരു വീക്ഷണകോണ് മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ഉരുത്തിരിയുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം അണ്ണാമലയുടെ ആശയങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലല്ലേ? തീർച്ചയായിട്ടും ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് അണ്ണാമലയായിരുന്നു ശരി എന്നുള്ളതാണ്. അണ്ണാമലയെ നോക്കിയത് BJPക്ക് ഈ ദ്രാവിഡ പൊളിറ്റിക്സിൻ്റെ ഈ കളത്തിനുള്ളിൽ BJPക്ക് സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവരാനും BJPയെ അവിടെ ഒരു മൂന്നാമത്തെ ശക്തിയായി വളർത്താനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് അവിടെ ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വിജയിന് പോലും ഈ കടന്നുകയറ്റം പറ്റില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം പലരും അംഗീകരിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. അണ്ണാമലയെ ഉഴുതുമറിച്ച ആ നിലത്ത് യഥാർത്ഥത്തിൽ വിളവെടുത്തത് വിജയിയാണ്. തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? അണ്ണാമല ഈ ദ്രാവിഡ രാഷ്ട്രീയ ഇവന്മാരുടെ ഈ AIDMK DMK നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന, ഇവിടെ കേരളത്തിലെ പോലെ ഒരു മന്ത് ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്ക് മാറ്റുന്ന ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, 2 പേരും ശത്രുക്കളാണെങ്കിലും MGR കരുണാനിധി കാലം മുതൽ ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു.
അപ്പോൾ ആ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുത്ത് ഒരു മൂന്നാം ശക്തിയായിട്ട് കയറി വരാൻ BJP അണ്ണാമലൈ നടത്തിയ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ അത് നിലമൊരുക്കി കൊടുത്തത് വിജയിനാണ് എന്ന് വന്നു. കാരണം അണ്ണാമലയ്ക്ക് ആ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കാത്തത് കൊണ്ട് പറ്റിയതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാമലയ്ക്ക് ഇത് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ, അണ്ണാമല എപ്പോഴും ADMKയുമായിട്ടുള്ള സഖ്യത്തിനും എതിരായിരുന്നു, അറിയാമല്ലോ. അത് ADMK ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ പാലം വലിച്ചിട്ടുണ്ടെന്നാണ് അവിടുത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇനി അതിന്റെ രാഷ്ട്രീയ ഭൂമികയുടെ ഒരു പരിണാമം ചിന്തിച്ചു കഴിഞ്ഞാൽ BJPക്ക് എന്തായാലും ബാക്ക് ടു ഡ്രോയിങ് ബോർഡ് പോയേ മതിയാകൂ. അണ്ണാമലൈ പറഞ്ഞതുപോലെ ഒരു വർഷത്തിനുള്ളിൽ ഇനി എങ്ങനെ ഈ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞാലും BJPയുടെ തമിഴ്നാട്ടിലെ ഒരു തുടക്കം, ഇപ്പോൾ തുടക്കം എന്ന് തന്നെ പറയാം, വീണ്ടും ഒരു പുനർതുടക്കം അല്ലെങ്കിൽ ഒരു പുനരാരംഭം എവിടെ എത്തി നിൽക്കുന്നതായിട്ടാണ് RP കാണുന്നത്? ഇല്ല, BJP ഒരു സാന്നിധ്യമാണ് തമിഴ്നാട്ടിൽ. ആ സാന്നിധ്യം വലിയ സാന്നിധ്യമൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു MLA മാത്രമേ ഉള്ളൂ. പക്ഷേ BJP ഈ രാഷ്ട്രീയം കിടന്ന് തിളച്ചു മറിയുമ്പോൾ ഇതിനൊരു പാരലലായിട്ട് മറ്റൊരു രാഷ്ട്രീയ ശക്തിയായിട്ട്, മറ്റൊരു സാധ്യതയായിട്ട് BJP അവിടെ ഉണ്ട്. അതായത് ഒരു കാര്യം വളരെ വ്യക്തമാണ്, DMK ADMK ദ്രാവിഡ രാഷ്ട്രീയത്തിനപ്പുറം പരീക്ഷണങ്ങൾ നടത്താൻ തമിഴ് ജനത മാനസികമായിട്ട് തയ്യാറാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്രാവശ്യം. അപ്പോൾ ഒരു ബംഗാൾ മോഡൽ ഇതിന് തുടക്കം കുറിക്കുന്ന സാധ്യതയുണ്ട്. നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഗവർണർ ശ്രീ ആർലേക്കർ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ കുറിച്ചാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ആ അഭിമുഖത്തിലും പറയുന്നത് കേട്ടതാണ്. ഞാൻ നാളെ ഇന്ന് എനിക്ക് നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ഉണ്ട് എന്ന് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി, തലയെണ്ണലൊന്നും വേണ്ട, ഞാൻ നാളെ അദ്ദേഹത്തെ വിളിക്കാൻ തയ്യാറാണ്, എനിക്കതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനകത്ത് അദ്ദേഹം പറയുന്നതിലെ ഒരു കാര്യം വളരെ കറക്റ്റാണ്. അതായത് ഒരു പ്രീ പോൾ അലയൻസ് അല്ല ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും ഇവരാരും ഇലക്ഷന് മുമ്പ് വിജയിൻ്റെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരല്ല. അപ്പോൾ വിജയ് ഒരു ന്യൂനപക്ഷ സർക്കാരുമായിട്ട് അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുതിരക്കച്ചവടം ഞാൻ തടയാൻ ശ്രമിക്കുകയാണ്, അങ്ങനെ ഒരു രാഷ്ട്രീയം പാടില്ല എന്ന് അദ്ദേഹം ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് എതിരായിട്ട് പറയാൻ പറ്റില്ല. ന്യൂനപക്ഷ സർക്കാരുകളെ ഭരണത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് ഗവർണർമാർ, ശരിയാണ്, അതിൽ BJP സർക്കാരുകളും ഉണ്ട്. പക്ഷേ അതെല്ലാം അവസാനം കോടതിയിലും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയിലും അവസാനിച്ചിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗവർണർ എടുത്ത ഈ ഒരു നിലപാട് വളരെ കറക്റ്റാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും തമിഴ്നാട്ടിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു 2 ചോദ്യങ്ങൾ കൂടി. ആദ്യത്തെ ഒരു ചെറുത്, ഇനി ഈ ഒരു ഭൂമിക തിരിഞ്ഞു വരുമ്പോൾ എങ്ങനെയായിരിക്കും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നടപടി ദേശീയ രാഷ്ട്രീയത്തെ ബാധിക്കാൻ പോവുക? കാരണം RP പ്രീ പോൾ അലയൻസിന്റെ കാര്യം പറഞ്ഞു. 22 വർഷങ്ങളായി, 2004 മുതൽ 22 വർഷങ്ങളായി കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് DMKയെ തള്ളിപ്പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ വിജയുടെ കൂടെ പോവുക എന്നുള്ള ഒരു നടപടിയാണ് തമിഴ്നാട്ടിലെങ്കിലും കോൺഗ്രസ് എടുത്ത. രാഹുൽ ഗാന്ധിയുടെ ഒരു പിന്തുണ അതിനുണ്ടായിരുന്നു താനും. ഈ പ്രീ പോൾ അലയൻസ് ബ്രേക്ക് ചെയ്ത് കോൺഗ്രസ് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് എങ്ങനെ? ദേശീയ രാഷ്ട്രീയത്തിലാണ് ഇത് പ്രതിഫലിക്കാൻ പോകുന്നത്. കാരണം കോൺഗ്രസിന്റെ അഡ്രസ്സ് പോകുന്ന ഏർപ്പാടായി പോയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ DMK എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യ അലയൻസിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. DMKക്ക് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിനെക്കാട്ടി കൂടുതൽ വികാരങ്ങൾ ആണ് തമിഴ്നാട്ടിൽ പലപ്പോഴും പൊളിറ്റിക്സിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് ആ വികാരം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെ പുറകിൽ നിന്ന് കുത്തി എന്ന് DMK പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ബാക്ക് സ്റ്റാബേഴ്സ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. അഡ്രസ്സ് പോകുന്ന ഏർപ്പാടാണ് ഇത് ഇന്ത്യ മുന്നണിയുടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ആരുടെ ബുദ്ധിയാണെങ്കിലും തമിഴ്നാട് ഒന്ന് കലക്കുമ്പോഴത്തേക്ക് ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ മുന്നണിയുടെയും കൂടി അടിത്തറ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വരും ദിവസങ്ങളിൽ ഈ നാടകം എങ്ങനെ തീരും എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. 2 സിനേറിയോ ആണ് ഉള്ളത്. ഒന്ന്, ഇപ്പോൾ വിജയിനെ വിളിക്കുന്നു, വിജയ് അതിനു മുമ്പ് നമ്പേഴ്സ് കാണിക്കുന്നു. അതല്ലാതെ ഇനിയും എനിക്ക് തോന്നുന്നില്ല ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഒരു മാറ്റം വരുത്തുമെന്ന്. ഇനി അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ADMK DMK സർക്കാർ വരുന്നു എന്ന് വെച്ചോളൂ. അത് പരസ്പരം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ വീണ്ടും തമിഴ്നാട് ഇലക്ഷനിലേക്ക് പോവുകയും ചെയ്യും. വിജയിൻ്റെ പാർട്ടി ബഹുഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വരികയും അപ്പോൾ എങ്ങനെ നോക്കിയാലും വിജയിന് തന്നെയാണ് ഇതിനകത്ത് ലാഭം, BJPക്കും ഇതിനകത്ത് ലാഭമാണ്. കോൺഗ്രസിൻ്റെ അടപ്പൂരി
AIDMKയുടെയും DMKയുടെയും ദ്രാവിഡവാദത്തിന്റെ അടിത്തറയിളകി. അതാണ് ഇതിന്റെ ഒരു ആകത്തുക എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ പറയാം. അവസാനത്തെ ഒരു ചോദ്യം കൂടി, വൈകാരികതയുടെ കാര്യം പറഞ്ഞു, തമിഴന്റെ വൈകാരികതയുടെ കാര്യം. 68 വർഷങ്ങൾ ദ്രാവിഡ കക്ഷികൾ രണ്ടെണ്ണം മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന, വൈകാരികമായി ചിന്തിക്കുന്നു എന്നുള്ള, ശരിയാണ്, വൈകാരികമായി തന്നെയാണ് തമിഴൻ ചിന്തിക്കുന്നത്. അങ്ങനെ എന്നാൽ പലപ്പോഴും മലയാളികൾ ബൗദ്ധികരായി പ്രബുദ്ധരാണെന്ന് സ്വയം പറയുന്ന മലയാളികൾ ആക്ഷേപിക്കുന്ന തമിഴൻ രാഷ്ട്രീയ ബോധമില്ല, സിനിമാ താരത്തിന്റെ പുറകെ പോയി. അവന്റെ മുമ്പിൽ ഒരു മൂന്നാമത്തെ വഴി തുറന്നു കിട്ടിയപ്പോൾ അവനത് സ്വീകരിക്കുവാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്തു. അത് ആ ഒരു ചിന്ത വെച്ച് നോക്കുമ്പോൾ തമിഴരെയും മലയാളികളെയും, അതായത് ഞാനും RP ഉൾപ്പെടുന്ന മലയാളികളെ എങ്ങനെ കാണുന്നു? മലയാളികളുടെ പ്രബുദ്ധതയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടിയന്തരാവസ്ഥ പോലെ രാജ്യത്തെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടി ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയപ്പോൾ അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ഈ പാവപ്പെട്ട 3 നേരം ആഹാരം കഴിക്കാനില്ലാത്ത പട്ടിണി പാവങ്ങളായിട്ടുള്ള വടക്കേ ഇന്ത്യയിലുള്ള സാധാരണക്കാരായ ഗ്രാമീണ ജനത പോലും ആ അപകടം തിരിച്ചറിയുകയും ഇന്ദിരാഗാന്ധിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി വോട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ ഈ കേരളത്തിലെ ഇതേ പ്രബുദ്ധ ജനതയാണ് അവരെ തിരിച്ച് അധികാരത്തിൽ 110 സീറ്റ് കൊടുത്ത് അവർക്ക് പിന്തുണ കൊടുത്തത്. അല്ലെങ്കിൽ അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ പാർലമെന്റിൽ ഇന്ദിരാഗാന്ധിയുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പ്രബുദ്ധതയെക്കുറിച്ചൊന്നും കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. തമിഴന്റെ വൈകാരികതയ്ക്കിടയിൽ ഒരിത്തിരി ബോധം അവർക്കുണ്ട്. തീർച്ചയായിട്ടും. നമസ്കാരം. വീണ്ടും ഈ വിഷയത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോകാൻ. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.